ഷോൾഡർ സ്റ്റാൻഡ്. ഇതാണോ ഷോൾഡർ സ്റ്റാൻഡ്? ഇങ്ങനെ ചെയ്യുന്ന ഷോൾഡർ സ്റ്റാൻഡ് ആണോ? അതുപോലെ തന്നെ കുറച്ചുകൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണോ ഷോൾഡർ സ്റ്റാൻഡ്? ഒരിക്കലുമല്ല. ഷോൾഡർ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ സർവ്വ അംഗ ആസൻ എന്ന് പറയുക. സർവ്വ അംഗങ്ങൾ എൻഗേജ്ഡ് ആവണം. ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാക്കി കൊണ്ടുവരാൻ സാധിക്കണം. ഫോർ ദാറ്റ് എന്ത് ചെയ്യണം? കാലിൻ്റെ മുട്ടുകൾ ലേശം മടക്ക്, കൈയുടെ എൽബോ കുറച്ച് അടുപ്പിക്കുക. കൈയുടെ ഈ രണ്ട് വിരൽ, ചൂണ്ടുവിരൽ നടുവിരൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ അത് കുറച്ചുകൂടി നട്ടലിൻ്റെ നടുഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറയാം. ടു ദി ട്രങ്ക് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം താഴേക്ക് ഇറക്കിയാൽ അത്രയും ബോഡി സ്ട്രെയിറ്റ് ആവും. Then you can straighten your body up. Maximum straight ചെയ്യുക എന്നുള്ളതാണ്. Straighten up. Okay, you can come all the way to the shoulder stand. This is how you can do the shoulder stand. എപ്പോഴും ഷോൾഡർ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിൻ്റെ കൗണ്ടർ സ്ട്രെച്ച് ആയിട്ടുള്ള മത്സ്യാസനം നിർബന്ധമായി ചെയ്തിരിക്കണം. ഇപ്പോൾ എത്ര മിനിറ്റ് നിൽക്കുന്നോ അതിൻ്റെ കാൽഭാഗമെങ്കിലും അതിൻ്റെ കൗണ്ടർ സ്ട്രെച്ച് ആയിട്ടുള്ള മത്സ്യാസനം ചെയ്തിരിക്കണം. എങ്കിലും മാത്രമേ അതിൻ്റെ ശരിയായ ഗുണങ്ങൾ കിട്ടുള്ളൂ. നമ്മുടെ തൈറോയ്ഡ് ആൻഡ് പാരാതൈറോയ്ഡ് ഗ്ലാൻസിനെ കംപ്ലീറ്റ് സ്ട്രെങ്തൻ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഈ പറയുന്ന സർവ്വ അംഗ ആസൻ വഴി ചെയ്യാൻ പറ്റും. ഷോൾഡർ സ്റ്റാൻഡ് എന്നൊരു പേര് ഷോൾഡറിന് സപ്പോർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും സംസ്കൃത പേരിൽ ശരിയായിട്ടുള്ള പേരിൽ പഠിക്കുക. സർവ്വ അംഗ ആസൻ, എല്ലാ അംഗങ്ങളും ഒരുപോലെ പ്രവർത്തിക്കും.